പറമ്പിക്കുളം കാഴ്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിക്കുളത്ത് പോകുന്നത് മനുഷ്യൻ നട്ടുപിടിപ്പിച്ച ഏറ്റവും വലിയ തേക്കായിട്ടുള്ള പറമ്പിക്കുളത്തുള്ള തേക്ക് കാണാനാണ്. കന്നിമാറ തേക്ക് എന്ന് പറയുന്ന തേക്കിലേക്ക് കാണാൻ വേണ്ടി പോവാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിലെ പറമ്പിക്കുളത്തെ തേക്കിൻ്റെ കാഴ്ചകൾ, അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റേ മുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പം തേക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിയും എന്താ പറയുക, ശരിക്കും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ള റൂട്ടാണ്. ടാറ് ഒന്നും പ്രോപ്പറായിട്ടില്ല ആ റോഡിലൊന്നും. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ചെറിയ അരുവികൾ കാണാം, നിറയെ മൃഗങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ കിട്ടുന്ന ഒരു റൂട്ടാണിത്. ഇത് അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെയൊക്കെ മാന്, അതുപോലെ തന്നെ കാട്ടുപോത്ത്, ആന ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളീ പോകുന്ന വണ്ടിയിൽ നമ്മുടെ പാക്കേജ്, അതായത് ഡേ ഇൻ പറമ്പിക്കുളം എന്ന് പറഞ്ഞ പാക്കേജിലാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗൈഡും കൂടെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയുണ്ടായി. ഇവിടെയൊക്കെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും, പിന്നെ പ്രധാനമായിട്ടുള്ള സ്പോട്ടുകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് നമുക്ക് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയുണ്ടായി. ഈ തേക്കിൻ്റെ ഒരു പ്ലാന്റേഷൻ ഏരിയയിലൂടെയാണ് പോകുന്നത്. കണ്ടോ, മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറമ്പിക്കുളത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. മാനിനെ കണ്ടോ, മാനും കാട്ടുപോത്തും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ആ ഒരു രീതിയിൽ മാനുണ്ട്, കാട്ടുപോത്തുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഇതാ ഈ ഒരു ഏരിയ ഉണ്ടോ. നമ്മൾ ആ തേക്കിൻ്റെ ഒരു സൈഡിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ നമ്മൾ നിർത്തി അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. പോകുമ്പോൾ വീണ്ടും ആനിമൽ സ്പോട്ടിംഗ് ഉള്ള ഏരിയ വരുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഗൈഡ് അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം എന്തൊക്കെയാണ് കാഴ്ചകൾ. റോഡ് വളരെ സൂക്ഷിച്ച് മാത്രമേ ഓടി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ആ ഒരു തേക്ക് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തി. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യൻ നട്ട തേക്കിലെ ഏറ്റവും വലിയ തേക്ക് എന്നാണ് പറയുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ തേക്കിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ നിന്ന് ഇവിടുത്തെ തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പറമ്പിക്കുളത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് ഫോറസ്റ്റിലൂടെ അന്ന് റെയിൽവേ റൂട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള തേക്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തേക്ക് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ തേക്കുകളെല്ലാം വെട്ടിക്കൊണ്ട് പോവുകയും ഇതിൽ വന്ന് അവർ വെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്നെന്തോ രക്തം പൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു ഐതിഹ്യവും കഥയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനെ വെട്ടിയിട്ടില്ല. അങ്ങനെ നിലനിൽക്കുന്നൊരു തേക്കാണ്. ഏകദേശം 500 വർഷത്തോളം പഴക്കം വരുന്ന ഒരു തേക്കാണിത്. ഒരു 5-6 ആളുകൾ ചേർന്ന് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റൂ. ഇതുപോലെ ഒരു തേക്ക് നിലമ്പൂരുണ്ട് കേട്ടോ. എന്താ പറയുക, നിലമ്പൂരിൽ നമ്മുടെ കനോലി പ്ലാന്റേഷനിലൊരു തേക്കുണ്ട്. ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല, തനിയെ ഉണ്ടായ തേക്കാണെന്നാണ് പറയുന്നത്. നിലമ്പൂർ കനോലി പ്ലാന്റേഷനിൽ കാണുന്ന തേക്കും ഇതിന് പോലെ വലിപ്പമുണ്ട്, പക്ഷേ അത് നട്ടുപിടിപ്പിച്ച തേക്കാണ്. ഇത് അല്ലാതെ അവിടെ നാച്ചുറലായിട്ട് ഉണ്ടായതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ തേക്കിൻ്റെ ഇവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ആൾ പറയുണ്ടായി, ഇവിടെ സൂക്ഷിച്ച് നിൽക്കണം, ആനയൊക്കെ വരുന്ന സ്ഥലമാണ്, ആന വന്നതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ടായി. ആളുകളൊക്കെ അത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ വന്ന കുറേ ആളുകൾ എന്താ പറയുന്നത്, അവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതോടൊപ്പം തന്നെ അതിനിങ്ങനെ കവർ ചെയ്ത് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് 5-6 പേര് ചേർന്നിട്ട്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് അവർ ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മൾ ഈ ഡേ അറ്റ് പറമ്പിക്കുളത്തിൻ്റെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ വരാം. കൂടെ ഫോറസ്റ്റിൻ്റെ ഒരാളും കൂടെ വരും. അത് ദിവസം ഒരു 10 പേർക്കാണ് നമുക്കതിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. പറമ്പിക്കുളം വിസിറ്റിൻ്റെ ഡേ പാക്കേജ്. അത് നമ്മുടെ രാവിലെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഗാർഡ് വരും. ഇതാ കണ്ടോ, ഇവരിങ്ങനെ 5-6 പേര് നമ്മുടെ കൂട്ടത്തിൽ വന്നവർ കവർ ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, ഇത്രയും വലിയ ഒരു തേക്കാണിത്. തനിയെ ഉണ്ടായതാണ്, നാച്ചുറൽ സറൗണ്ടിങ്ങിലുണ്ടായ തേക്കാണ്. കണ്ടോ, ശരിക്കും പറമ്പിക്കുളത്തിലെ നിങ്ങൾ പറമ്പിക്കുളം റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ തേക്കിൻ്റെ ഹിസ്റ്ററിയും കൂടെ കാണാൻ പറ്റും. ശരിക്കും
ഈ തേക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവിടുന്ന് ഈ നമ്മുടെ ഈ റെയിൽവേ ലൈൻ പോലും ഇവിടുന്ന് വലിച്ചത് കേട്ടോ. അപ്പം ഈ റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കാനുണ്ടായ കാര്യം ഇതിനു വേണ്ടിയാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്തൊരു താറ് വന്നു. താറ് ഓഫ് റോഡ് ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ച കേട്ടോ. നല്ല രസമുണ്ട്. അതും ഒന്ന് കണ്ടു. നല്ല മനോഹരമായിട്ടൊരു വ്യൂ ആണ് കാടിൻ്റെ. അവർ പറഞ്ഞു വളരെ സൂക്ഷിച്ച് നിൽക്കണം, ആനയും ബാക്കി മൃഗങ്ങളൊക്കെ ഉള്ള ഒരു ടൈഗർ റിസർവാണ്. അപ്പോൾ ടൈഗറിൻ്റെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചയെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വെളിയിലേക്ക് വരികയാണ്. മൃഗങ്ങളെയൊക്കെ വീണ്ടും കാണുന്നുണ്ട്. ആനിമലിൻ്റെ സ്പോട്ടിംഗ് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണിത് പറമ്പിക്കുളം. നിങ്ങൾ പറമ്പിക്കുളത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ആനിമൽസിനെ എല്ലാം കാണാൻ പറ്റും. ഇതാണ്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടു. വീണ്ടും നേരത്തെ കണ്ടതിൻ്റെ അടുത്തായിട്ടുള്ള വേറൊരു ഏരിയയിലാണ് കണ്ടത്. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായത്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി. കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. നമ്മൾ വണ്ടിയുടെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയായിട്ട് ഉള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ മെയിൻ റോഡിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ ആ ഒരു എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് നമ്മുടെ. ഇവിടെ വരുമ്പോൾ ഒരു ചെക്ക് പോയിൻ്റ്, ഒരു ടെമ്പിളും ഒക്കെ ഉണ്ട്. ആ ടെമ്പിളൊക്കെ കാണാം. രണ്ട് സൈഡും കാട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് ദൂരെ നിന്ന് തന്നെ നമുക്ക് ആനിമലിൻ്റെയൊക്കെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ മയിലിനെ കണ്ടു. എന്താ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ മയിലിനെ കാണാം. ഇഷ്ടംപോലെ മയിലുകളുണ്ട് കേട്ടോ അവിടെ. എന്താ മരത്തിലൊക്കെ ശരിക്കും വളരെ ഭംഗിയുള്ള കാടാണ് പറമ്പിക്കുളത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ളൊരു സമയത്ത് നമ്മളവിടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ മനോഹരമാണ്. കണ്ടോ ഇഷ്ടംപോലെ മയിലുകളെ കണ്ടു. മയിലുകളെല്ലാം നമ്മുടെ റോഡിൻ്റെ അടുത്താണ് കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ വണ്ടിക്കാരൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പേടിയില്ലാതെ നിൽക്കുന്നത്. നമ്മളൊന്നും ഫീഡ് ചെയ്യാതിരിക്കുക ഇതിന് കേട്ടോ. ഈ മൃഗങ്ങളൊക്കെ അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഹണ്ടിങ് ആ ഒരു രീതിയിലൂടെ തന്നെ എന്താ പറയണം, ഭക്ഷണം കണ്ടെത്തുന്ന രീതിയിലേക്ക് ആക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെടും. ഇവിടെ വന്ന് ബെഗ് ചെയ്യാൻ നിൽക്കുന്നൊരു രീതിയിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മൾ ഫുഡൊന്നും കൊടുക്കാതിരിക്കുക, അതിനെ കാണുക, പോവുക. അത് അനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യാതിരിക്കുക കണ്ടോ. റോഡിൻ്റെ നടുക്ക് തന്നെ നമുക്ക് മയിലിനെ കാണാൻ പറ്റി. ശരിക്കും ഇഷ്ടം പോലെ മയിലുകളുണ്ട് കേട്ടോ. ഇതാ അടുത്ത മയിലിനെയൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ അവിടെ മാന് നിൽക്കുന്നൊരു ഏരിയയിലെത്തി. മാനിൻ്റെ കാഴ്ചകളാണ്. നിറയെ മാനുകൾ ഇതാ നിൽക്കുകയാണ് ഇവിടെ. നമ്മൾ പറമ്പിക്കുളം ട്രിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടില്ലാത്തവരൊന്ന് പോവുക. അതൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത്യാവശ്യം സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിലാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ അവരുടെ ഭക്ഷണം അവരുടെ ഒരു കഫ്റ്റീരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പാക്കേജിൻ്റെ കൂടെ വന്നതാണ്. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള കോട്ടേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഏറുമാടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ടെൻറ്റഡ് ഹൗസുകളുണ്ട്. അതൊക്കെ സ്റ്റേ ചെയ്യാവുന്നതാണ്. ഇതാണല്ലോ നിറയെ മാനുകളുണ്ട്. മാനുകളെ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഈ അക്കോമഡേഷൻ്റെ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമുക്ക് താമസിക്കാനുള്ള ഇവിടെ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യാവുന്ന കോട്ടേജസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഏരിയ പോലത്തെ ഒരു കോട്ടേജാണ്. അതാണ്ടോ കോട്ടേജസ്. ഒരുപാട് ടൈപ്സ് ഓഫ് കോട്ടേജസ് ഉണ്ട്. ടെൻറ്റ് ഹൗസ് ഉണ്ട്, അല്ലാതെ വീടുകളുണ്ട്, ചെറിയ ചെറിയ ഹട്ട് പോലത്തെ സംഭവങ്ങളുണ്ട്. അതിനകത്ത് നല്ലൊരു വളരെ പോസിറ്റീവായിട്ടൊരു എനർജി ഉള്ളൊരു സ്ഥലമായിട്ട് നമുക്കത് ഫീൽ ചെയ്യാം രാത്രി കയറുമ്പോൾ. കണ്ടോ റോഡൊക്കെ ഉണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡും നിറയെ കോട്ടേജസാണ്, വീടുകൾ. നമ്മളതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാണ്. കണ്ടോ പലതരത്തിലുള്ള കോട്ടേജസ്, അതിൻ്റെ കാഴ്ചകളാണിത്. നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്യാതെ നമ്മൾ കോട്ടേജിനകത്തോട്ടൊന്നും കയറിയില്ല. വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആ റോഡിൽ കൂടെ അങ്ങനെ ഒരു യാത്ര പോയി. എന്താ ഇവിടെയൊക്കെ ഇവരുടെ സഫാരിയുടെ വണ്ടികളൊക്കെ, കുറേ വണ്ടികൾ, സഫാരിക്കൊക്കെ പോകുന്ന വണ്ടികളെല്ലാം അവിടെ കൊണ്ടിട്ടുണ്ട്. എന്താ ഇത് അങ്ങനെ പോയി അതിൻ്റെ എൻഡിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ഈ വെഹിക്കിൾസൊക്കെ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നൊരു സ്ഥലത്ത് വരെ എത്തി. പിന്നെ തിരിച്ച് നമ്മൾ വേറൊരു വഴിയിലൂടെ തിരിച്ച് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ.
ഈ വഴി കൂടെ അങ്ങോട്ട് കയറി അവിടെ ഒരു ഗാർഡൻ പോലൊരു സ്ഥലമൊക്കെ ഉണ്ട്. കണ്ടോ, ഇതെല്ലാം സ്റ്റേ ഏരിയ ആണ്, ഫുള്ളായിട്ട് സ്റ്റേ ഏരിയാസാണ്. നിങ്ങൾക്കിവിടെ ബുക്ക് ചെയ്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യാം, എന്നിട്ട് പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ അടയ്ക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടത്. എന്താ കണ്ടോ, ഇവിടെ ഒരു മയിൽ ഇതാണ്ട് ഈ ഗാർഡനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ നിറയെ ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് നിറയെ ബട്ടർഫ്ലൈസൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കൂടെ മയിലിങ്ങനെ ഓടിപ്പോകുന്നൊരു കാഴ്ച ഈ ട്രിപ്പിൽ തന്നെ ഏറ്റവും രസകരമായിട്ടൊരു കാഴ്ചയായിരുന്നു. നിറയെ ഫ്ലവേഴ്സ്, നിറയെ ബട്ടർഫ്ലൈസ് ആയിരുന്നു. നടുക്ക് ഈ ഒരു മയിലിൻ്റെ പ്രസൻസും കൂടെ ആയപ്പോഴേ ഭയങ്കര രസമായിരുന്നു അതിനകത്തുള്ളൊരു കാഴ്ച. അപ്പോൾ ശരിക്കും ഒരു നാച്ചുറുമായിട്ട് നമ്മളിങ്ങനെ ഒരു ക്ലബ് ചെയ്തുകൊണ്ട് നമുക്കവിടെ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരു ദിവസം നിൽക്കണമെന്നുള്ളൊരു ഡേ പാക്കേജാണ് നമ്മൾ പോയത്. അവിടെ നിൽക്കാനുള്ളൊരു നിന്നിരുന്നെങ്കിലും തോന്നി. കണ്ടാ, നല്ല അടിപൊളിയല്ലേ കാണാൻ. മയിലിങ്ങനെ നടന്നു പോകുന്നു, ബട്ടർഫ്ലൈസ് ഇഷ്ടം പോലെ. ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ ഒരു ഏരിയയിലാണ്. നമ്മുടെ ഒരു കോട്ടേജ് ഉണ്ട്, ആനയുടെ ഒരു കോട്ടേജ് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് തിരിച്ച് വെളിയിലേക്ക് വരികയാണ്. സഫാരി വണ്ടി കണ്ടു, സഫാരി പോകുന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്, കണ്ടുണ്ടായിരുന്നു. വെളിയിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചയാണിത്. ടെൻറ്റ് ഹൗസുകൾ, അതുപോലെ തന്നെ അല്ലാത്ത ചെറിയ ചെറിയ ഹട്ടുകൾ, ഇതെല്ലാം ഉണ്ട്. ടെൻറ്റ് ഹൗസ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 പേർക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെയാണ് വെളിയിലുള്ളത്. വളരെ സെക്യൂർഡാണ് കേട്ടോ. ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ടെൻറ്റ് ഹൗസിൻ്റെ വീഡിയോസ്. നമ്മൾ കണ്ടോ, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വെളിയിലേക്ക് വരികയാണ്. പോവുകയാണെങ്കിൽ ഒരു ദിവസം താമസിച്ചിട്ട് നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാം. ഡേ പാക്കേജും സ്റ്റേയും ഒക്കെ ആയിട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് വരാം. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു എക്കോ ഷോപ്പുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നേരെ വെളിയിലേക്ക് എത്തി. തിരിച്ച് റിട്ടേൺ പോകുന്ന റൂട്ടിലാണിപ്പോൾ. കുറച്ച് ദൂരം വന്നപ്പോൾ വീണ്ടും ഒരു മയിലിനെ കണ്ടു. ആ മയിൽ നമ്മുടെ വണ്ടിയുടെ വളരെ അടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. എന്താ അത്ര വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് മയിലിനെ കാണാൻ പറ്റി. മയിൽ നീ വല്ല ഫുഡ് വല്ലതും കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചെന്നാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊന്നും കൊടുക്കാൻ പോകുന്നില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ചെക്ക് പോയിൻറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ചെക്ക് പോയിൻറ്റ്. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് പോകേണ്ടത്. നല്ല മനോഹരമായിട്ടൊരു ആർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാടിൻ്റെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ഒരു ഭാഗത്ത് വന്നപ്പോൾ ലോൺ ഏരിയ കണ്ടു. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. ഇതാണ് തമിഴ്നാടിൻ്റെ ജംഗിൾ സഫാരി പാക്കേജൊക്കെ കണ്ടക്ട് ചെയ്യുന്നൊരു ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് തമിഴ്നാട് ടൂറിസത്തിൻ്റെ സ്റ്റേയും അതുപോലെ തന്നെ സഫാരിയൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ തമിഴ്നാട് വഴിയാണല്ലോ പറമ്പിക്കുളത്തേക്ക് നമുക്ക് പോകാനുള്ള റൂട്ട്. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതും നല്ല ഒരു ഏരിയ ആണെന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കണ്ട കാട്ടുപോത്തുകൾ പോകുന്ന കാഴ്ച. എന്തായാലും വളരെ അടുത്താണ് ഇതിനെ കണ്ടത്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ അതെല്ലാം ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു കാഴ്ച ഉണ്ടാ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ യാത്രയുടെ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.